അടിസ്ഥാനപരമായി കേരളത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാതരം മത്സര പരീക്ഷകൾക്കും ഉപയോഗപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? ആ വർഷവും ഡേറ്റുമാണ് ചോദിക്കുന്നത്. 1956 നവംബർ 1. രണ്ടാമത്തത്, കേരളത്തിൻ്റെ തലസ്ഥാനം ഏതാണെന്നുള്ളതാണ്. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. സംസ്ഥാന മൃഗം ഏതാണെന്നുള്ളതാണ്. സംസ്ഥാന മൃഗം ആനയാണ്. അടുത്തത്, സംസ്ഥാന പക്ഷി ഏതാണെന്നുള്ളത്. മലമുഴക്കി വേഴാമ്പലാണ് നമ്മുടെ സംസ്ഥാന പക്ഷി. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വിസ്തീർണം എത്രയാണ് എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആകെ ജനസംഖ്യ എത്രയാണെന്നാണ്. 3,34,6,061. അടുത്ത ചോദ്യം, കേരളത്തിലെ ജനസാന്ദ്രത, ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആളുകളുടെ ടോട്ടൽ അളവിനെയാണ് ജനസാന്ദ്രത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 859 ചതുരശ്ര കിലോമീറ്ററാണ്. അടുത്തതായി വരുന്നത്, കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം. സ്ത്രീകൾ എത്ര പുരുഷരെത്ര എന്നുള്ളതിൻ്റെ ആ ഒരു റേഷ്യോ അനുപാതമാണ് പറയുന്നത്. 1084/1000. അടുത്ത ചോദ്യം, കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എത്രയാണെന്നുള്ളതാണ്. നമുക്കറിയാം കേരളം സാക്ഷരതയിൽ ഒരുപാട് മുന്നിലുള്ള സംസ്ഥാനമാണ്. 93.91%. അടുത്തത്, കേരളത്തിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഭാഷ നമുക്കറിയാം മലയാളം. അടുത്തത്, കേരളത്തിലെ ലോകസഭാ സീറ്റുകളുടെ എണ്ണമാണ് പറയുന്നത്. കേരളത്തിലെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം 20. പിന്നെ രാജ്യസഭാ സീറ്റുകൾ, കേരളത്തിലെ ആകെ രാജ്യസഭാ സീറ്റുകൾ 9. അസംബ്ലി സീറ്റുകളാണ് അടുത്ത ചോദ്യം. അസംബ്ലി സീറ്റുകൾ കേരളത്തിൽ 140. 140. ഇനി കേരളത്തിൽ ആകെയുള്ള ജില്ലകൾ, ആകെ എത്ര ജില്ലകൾ എന്ന ചോദ്യത്തിന് ഉത്തരം 14. ഈ ജില്ലകളിലെ ഏറ്റവും വലിയ ജില്ല ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. നേരെ ഓപ്പോസിറ്റ്, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, അതായത് അളവ് കൊണ്ട് വലിയ ജില്ല പാലക്കാട്, ചെറിയ ജില്ല ആലപ്പുഴ. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല, ഓരോന്നും ഓരോ സമയത്താണ് അല്ലെങ്കിൽ ഓരോ സ്റ്റേജസ് ആയിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ടത് കാസർഗോഡ് ജില്ലയാണ്. അടുത്തത്, കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരാണെന്നുള്ളതാണ്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ B. രാമകൃഷ്ണ റാവു. B. രാമകൃഷ്ണ റാവു. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറമാണ്. മലപ്പുറം. ഏറ്റവും ജനസംഖ്യ കുറവുള്ള ജില്ല, അതായത് കൂടുതൽ മലപ്പുറം, ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ല വയനാടാണ്. വയനാട്. ഇനി കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണെന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീനാണ്. കരിമീൻ. ഇനി കേരളത്തിലെ ഔദ്യോഗിക വൃക്ഷം. കേരളത്തിൻ്റെ ഔദ്യോഗിക വൃക്ഷം തെങ്ങാണ്. ഔദ്യോഗിക പാനീയം ഏതാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഔദ്യോഗിക പാനീയം
ഇളനീരാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം, കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കണിക്കൊന്ന. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, നീളമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി, പെരിയാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നാണ്. ഉത്തരം ആനമുടി. ചിത്രം കൊടുത്തിട്ടുണ്ട്, കുറേയൊക്കെ ചിത്രങ്ങൾ ശ്രദ്ധിക്കാം. അടുത്തത്, കേരളത്തിൻ്റെ വടക്ക് കിഴക്ക് അതിർത്തിയിലുള്ള സംസ്ഥാനം. കേരളത്തിൻ്റെ മാപ്പ് നോക്കുകയാണെങ്കിൽ ഓരോ അതിർത്തിയും പങ്കിടുന്ന സംസ്ഥാനങ്ങളാണ് പറയുന്നത്. അതിലെ വടക്ക് കിഴക്ക് വരുന്നത് കർണാടകയാണ്. വടക്ക് കിഴക്ക് വരുന്നത് കർണാടക. അടുത്തത്, കിഴക്ക് തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തിയിൽ വരുന്നത് നമുക്കറിയാം അറബിക്കടലാണ്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് എന്നുള്ളതാണ്. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44. ഓക്കെ, വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. മത്സര പരീക്ഷകൾക്കും മറ്റും ഉപയോഗമുള്ള വീഡിയോസ് വീണ്ടും വരുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.